ഒട്ടേറെ കെട്ടുകഥകൾക്ക് ജന്മം നൽകിയ രാജ്യമാണല്ലോ ഇന്ത്യ. എന്നാൽ അത്തരത്തിൽ കെട്ടുകഥകളെ വെല്ലുന്ന യാഥാർത്ഥ്യങ്ങളും ഇവിടെ നടക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ഒരു അത്ഭുതമാണ് ജാർഖണ്ഡിലെ സുവർണരേഖ എന്ന നദി. സ്വർണത്തിന്റെ രേഖ എന്നാണ് ഇതിന്റെ അർത്ഥം. പേരിൽ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ തനി സ്വർണത്തെ വഹിച്ചുകൊണ്ടാണ് ഈ നദി ഒഴുകുന്നത്. ജാർഖണ്ഡിലെ വനമേഖലയിൽ നിന്നും ആരംഭിച്ച് പശ്ചിമബംഗാളിലൂടെ ഒഡീഷയിലെത്തി സമുദ്രത്തിലെത്തുന്ന ഈ നദിക്ക് ജാർഖണ്ഡിലെ രത്നഗർഭ മേഖല ഇതിൻ്റെ ഒരു പ്രധാന സഞ്ചാരപാതയായി വരുന്നുണ്ട്. ഇവിടെയാണ് ഈ അത്ഭുത പ്രതിഭാസം മറഞ്ഞിരിക്കുന്നത്. രത്നഗർഭ മേഖലയിലെ മണൽ ശേഖരത്തിൽ സ്വർണ്ണത്തരികൾ വലിയ അളവിൽ തന്നെ വേർതിരിച്ചെടുക്കാൻ സാധിക്കും. ഈ നദിയുടെ സ്വർണ്ണശേഖരത്തെപ്പറ്റി വ്യക്തമായ ഉത്തരം നൽകാൻ ഗവേഷകർക്ക് പോലും സാധിച്ചിട്ടില്ല എന്നതാണ് ഇതിലെ പ്രധാന കാര്യം. ഈ ഏരിയയിലെ ഗോത്രവർഗത്തിൽപ്പെട്ട ആളുകളാണ് ഇതിനെ തിരിച്ചറിഞ്ഞത്. സംഭവം തരംഗമായതോടെ ഇവിടുത്തെ പ്രധാന പണി തന്നെ സ്വർണം വേർതിരിച്ചെടുക്കലായി. നദീഭാഗത്തെ മണൽ കോരി മാറ്റി അതിനെ സൂക്ഷ്മമായി പരിശോധിച്ച് സ്വർണത്തെ വേർതിരിച്ചെടുക്കുന്നത് ഇവരുടെ പ്രധാന ജോലിയായി കഴിഞ്ഞു. മൺസൂൺ മാസത്തിലെ നദിയുടെ കുത്തൊഴുക്കിന്റെ സമയമല്ലാതെ ബാക്കി എല്ലാ മാസങ്ങളിലും ഇവർ ഈ തൊഴിൽ ഇവിടെ സ്ഥിരമാക്കി. അത്തരത്തിൽ 90 ഗ്രാം സ്വർണം വരെ മാസത്തിൽ ഇവർ ഇവിടെ നിന്നും സമ്പാദിക്കാറുണ്ട്. അരിമണിയോളം ചെറിയ തരികളായിട്ടാണ് ഇവിടെ നിന്നും സ്വർണം ലഭിക്കുന്നത്. തുടക്കത്തിൽ നദിയുടെ അടിത്തറയിൽ മാത്രം കണ്ടുവന്നിരുന്ന സ്വർണം പിന്നീട് മണൽത്തരികളിലേക്കും വ്യാപിക്കുകയായിരുന്നു. ഇതിനെപ്പറ്റി വ്യക്തമായൊരു ഉത്തരം നൽകാൻ ഇതുവരെ വിദഗ്ധർക്ക് പോലും സാധിച്ചിട്ടില്ല. ഇത്തരത്തിൽ ഇൻട്രസ്റ്റിംഗ് ഉള്ള വീഡിയോസ് കിട്ടാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.